ഹലോ ഫ്രണ്ട്സേ, ഈസ്റ്റർ ആഘോഷമൊക്കെ എവിടെ വരെ നമ്മളുണ്ടല്ലോ ഒരു അടിപൊളി ഡക്ക് മപ്പാസ് ഉണ്ടാക്കാൻ പോവാ. എനിക്ക് ഡക്ക് കറി നല്ലോണം ഇഷ്ടമാണ്. ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡക്ക്. അപ്പൊ വിചാരിച്ചു താറാവ് മപ്പാസ് ആയിക്കോട്ടെ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിന്റെ കൂടെ നല്ല പാലപ്പത്തിന്റെ കൂടെ താറാവ് മപ്പാസ് പൊളിയല്ലേ? ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു താറാവ് മപ്പാസ് ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? വായോ. അപ്പൊ നമുക്ക് ഇവനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തങ്ങനെ എടുക്കാട്ടാ. താറാവൂട്ടൻ ഇത് നമ്മള് കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചേക്കുന്ന താറാവിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കേണ്ട. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിനെയൊക്കെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ. കുക്കറിലാട്ടോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് കുക്കറിന്റെ മൂടി അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് ബ്രോയിലർ താറാവ്, അതിന്റെ പേരിൽ 3 വിസിൽ ഓക്കെ ആയിരിക്കും. നാട്ടിൽ നമ്മൾ നാടൻ താറാവാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിസിൽ കൂടുതൽ അടുപ്പിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മളെ ഉരുളി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴേ നമ്മളത് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏലക്കായ, പട്ട, കുരുമുളക്, പെരിഞ്ചീരകം, തക്കോലം, ഗ്രാമ്പു ഇതെല്ലാം കൂടിയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി ബാക്കിയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേ നമ്മള് സവാളയും ചെറിയ ഉള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട അരിഞ്ഞത്. നമ്മളെ മീഡിയം സൈസ് 2 സവാളയും പിന്നെ ഒരു 15 ചെറിയുള്ളി അങ്ങോട്ട് ഉണ്ടാക്കണം. അതിന് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി കൂടി യോജിപ്പിക്കാം. സവാളയും ചെറിയുള്ളി ഉണ്ടല്ലോ നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്കത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് പിന്നെ കുറച്ചത് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം. അതിന്റെ പച്ചമണം പോണ വരെ നമുക്കൊന്ന് വഴറ്റി കൂടി യോജിപ്പിക്കണം. ഇത് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കണ്ട. നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട് ഇത് ബെസ്റ്റ് ആണ്. ഒരല്പം ഉപ്പും കൂടി ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട. അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൂടി യോജിപ്പിക്കാം. ഈ സമയത്ത് 2 മീഡിയം വലിപ്പമുള്ള തക്കാളി അരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കണ്ട. അതും കൂടി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം. തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോ അതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. മസാല നന്നായിട്ട് വഴണ്ടി വന്ന് കഴിയുമ്പോഴേ നമ്മുടെ കുക്കറിൽ താറാവിടെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാട്ടാ. അതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാട്ടാ. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് യോജിച്ച് വരുമ്പോ അതിലേക്ക് നമുക്ക് 1.5 കപ്പ് 2-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാട്ടാ. അതിന് നമുക്ക് അങ്ങോട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം. തിള വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പോരായ്മയുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. 2-ാം പാല് നന്നായിട്ട് തിളച്ചങ്ങോട്ട് കുറുകി വരുമ്പോഴേ നമ്മളതേ ഒരു 1/4 കപ്പ് 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ട. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കരുത്. വെറുതെ ഒന്ന് ചൂടായാൽ മാത്രം മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാട്ടാ. നല്ല കളറും ആയില്ലേ. അതിന്റെ മേലേക്ക് നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ദേ നമ്മള് ചെറുതാക്കി റൗണ്ടിൽ അരിഞ്ഞ തക്കാളിയും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കാട്ടാ, ഒരു ഭംഗിക്ക്. പിന്നെ വേണമെങ്കിൽ നമുക്ക് താളിച്ചൊഴിക്കാട്ടോ. താളിച്ചൊഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് അല്ലെങ്കിലും പോളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിയാലോ. പാലപ്പത്തിന്റെ കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. വട്ടയപ്പത്തിന്റെ കൂടെയും പൊളിയാണ്. നാളത്തേക്ക് ബാക്കി നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഡക്ക് മപ്പാസും താറാവ് മപ്പാസും പിന്നെ നല്ല അടിപൊളി പാലപ്പം. അപ്പൊ നാളത്തെ ഈസ്റ്റർ സ്പെഷ്യൽ അങ്ങോട്ട് തകർത്തോട്ടാ. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിയാലോ. പിന്നെ എന്താ നമ്മുടെ നാളത്തെ സ്പെഷ്യൽ നമ്മൾ ഇന്ന് തന്നെ ടേസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ടിട്ട് ഒരപ്പം കൂടി വെക്കാലോ. നീ നമുക്ക് കഴിച്ചു നോക്കിയാലോ. പിന്നെന്താ സാക്കിക്ക് വേണോ കുട്ടിക്ക് വേണോ? ഗുഡ് ബോയ് സാക്ക്. ഗുഡ് ബോയ് ആണല്ലോ ഇപ്രാവശ്യം. ഇനി നമ്മുടെ സാക്കി കുട്ടിക്ക് കൊടുക്കണേടാ. എങ്ങനെയുണ്ട്? നല്ല എന്താ പറയാ സോഫ്റ്റ് സ്പോഞ്ച് പോലെ ഇങ്ങനെ പാലപ്പം. അതിന്റെ കൂടെ നമ്മുടെ താറാവും മപ്പാസും കൂടി അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് കുഴച്ചിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ എന്റെ അമ്മോ സ്വർഗം രക്ഷിട്ടോ. സംഭവം പൊളിയാണ്. അപ്പതേ നാളെ എല്ലാവരും രാവിലെ തന്നെ
താറാവ് മപ്പാസും നമ്മുടെ പാലപ്പം കൊണ്ട് ഉണ്ടാക്കി ട്രൈ ചെയ്യണോട്ടാ. വട്ടയപ്പത്തിന്റെ കൂടെ ആണെങ്കിലും പൊളിയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. ബൈ ബൈ.